വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, നിലവിൽ നമ്മളോട് നേരത്തെ അതുൽ പിള്ള പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനമായും ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, അവരെ കണ്ടെത്തുക, മറ്റൊന്ന് തീ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് വളരെ വേഗം തന്നെ. അതിനാണിപ്പോൾ ഒരു പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ളത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് അതിലൊക്കെ വ്യക്തത വരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി 4 കപ്പലുകൾ 5 കപ്പലുകളുണ്ട്. അതിൽ തന്നെ 4 കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പര്യാപ്തമല്ല എന്നുള്ളത് കൊണ്ടാണ് INS സൂറത്ത്, INS സത്ലജ് നേരത്തെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. അങ്ങനെ കുറച്ച് ഗൗരവത്തിൽ തന്നെ ഈ പ്രക്രിയ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് എന്താണതിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അത്ര എളുപ്പമല്ലാത്തൊരു പ്രക്രിയ അത് കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ ചേർന്ന് നടത്തുന്നു എന്നുള്ളതാണോ? അനുജ, വളരെ ദുർഘടം പിടിച്ച ഒരു പ്രക്രിയ തന്നെയാണ് ഈ തീ നിയന്ത്രണം വിധേയമാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഷിപ്പിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ തീ നിയന്ത്രിക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും. കൂടുതൽ ഷിപ്പുകൾ എത്തിക്കുന്നുണ്ട്. സത്ലജ് ഹൈഡ്രോഗ്രാഫിക് ഷിപ്പാണ് കൂടുതൽ. ഒരുപക്ഷെ അത് ഈ ഫയർ ഫൈറ്റിങ്ങിനപ്പുറം അത് ഉദ്ദേശിക്കുന്നത് ഈ ആളുകളുടെ മെഡിക്കൽ എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് വേണ്ടിയാണ്. അത്തരം സൗകര്യങ്ങളൊക്കെ വളരെയധികം ഉള്ളൊരു ഷിപ്പാണ് സത്ലജ്. അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം സൂറത്തും അവിടെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ICG ഷിപ്പുകളായിരിക്കും കൂടുതൽ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അർണവേഷും സമുദ്രപ്രഹരിയും അതോടൊപ്പം സച്ചത്തും തുടങ്ങിയ ഷിപ്പുകളൊക്കെയാണ് ഈ ഫയർ ഫൈറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്പം ഈ ആളുകളെ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടും സമാന്തരമായി അവിടെ ഒരു ഷിപ്പ് പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിന് എയർ ഡ്രോണിയർ സഹായമടക്കം ഉണ്ട്. അവരായിരിക്കും ഈ നിരീക്ഷണമൊക്കെ നടത്തുക. ഈ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലെവലിലടക്കം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ നമ്മുടെ കപ്പൽച്ചാലിൽ വന്ന് നാവികർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് പറയുന്നത് അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ കാര്യമല്ല. അതുകൊണ്ട് ആളുകളെ രക്ഷിക്കുക എന്നതിന് തന്നെയാണ് ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡും ഒക്കെ പരമപ്രധാനം നൽകുന്നത്. തുടക്കം മുതൽ നമ്മളത് പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ എൽസ 3 അപകടത്തിൽപ്പെട്ട ഘട്ടത്തിലും ഏറ്റവും ആദ്യം ആ കപ്പലിലുണ്ടായിരുന്ന 29 പേരെ രക്ഷപ്പെടുത്തുക എന്ന നടപടിക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയത്. അതിൽ ആദ്യം 26 പേരെ രക്ഷപ്പെടുത്തുകയും 3 പേരോട് കപ്പൽ തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കപ്പൽ നിയന്ത്രണ വിധേയമാക്കുക എന്നൊരു ഏറ്റവും അവസാനത്തെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് അത്തരമൊരു നിർദ്ദേശം നൽകിയത്. പിന്നീട് അവരെയും രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എൽസ 3 മറിഞ്ഞതുപോലുള്ളൊരു സാഹചര്യമല്ല. കപ്പലിലെ കണ്ടെയ്നറിനകത്തുണ്ടായ ഒരു എക്സ്പ്ലോഷൻ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാത്ത അനൗദ്യോഗികമായ വിവരം ലഭിക്കുന്നത്. അങ്ങനെ ആ എക്സ്പ്ലോഷൻ ഉണ്ടാകുകയും അത് കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. കപ്പലിനകത്തിപ്പോൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഈ തീ പടർന്ന് മറ്റിടങ്ങളിലേക്ക് എൻജിൻ റൂമിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു വലിയ ബ്ലാസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് തടയുന്നതിന് വേണ്ടി ഒരു കമ്പൈൻഡ് ഫയർ ഫൈറ്റിങ്ങിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ശ്രമം ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഏകദേശം ഒരു 8-6 മണിക്കൂറോളം പിന്നിടുന്നു ഈ കപ്പൽ കത്തിയിട്ട്. 3 മണിക്കൂറോളമായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും നിയന്ത്രണ ആക്കാനായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ കോസ്റ്റ് ഗാർഡും നേവിയും എത്തിയിട്ടില്ല. അതിനർത്ഥം അവിടെ ഇപ്പോഴും പരിശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്നത് ഈ തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ആശങ്കയാണ്. ഇപ്പോൾ ഈ കണ്ടെയ്നറുകളൊക്കെ പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ദൂരവ്യാപകമായി കപ്പൽ മുങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിസന്ധി ഉറപ്പായും കേരള തീരത്തുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ അനുഭവിക്കേണ്ടി വരും.